ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന കുതിപ്പിന് നാന്ദി കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ട്രയൽ റൺ വിജയകരം. വാട്ടർ സല്യൂട്ടിന്റെ അകമ്പടിയോടെ തീരമണഞ്ഞ സാൻ ഫെർണാണ്ടോ വിവാദം തൊടാതെ നാളെ തീരം വിടും. ആര് ആലോചിച്ചു, ആര് തുടക്കം കുറിച്ചു, ആര് കല്ലിട്ടു, ആര് പണിതുയർത്തി തുടങ്ങി ഇനി വിവാദങ്ങളുടെ വേലിയേറ്റ കാലം. ട്രയൽ റൺ ഉദ്ഘാടനത്തിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയും ഉമ്മൻചാണ്ടിയെ തമസ്കരിച്ചും മുഖ്യമന്ത്രി. UPA സർക്കാർ ആദ്യ കരാറിന് അനുമതി നിഷേധിച്ചത് ചരിത്രത്തിന്റെ ഭാഗം. അഹമ്മദ് ദേവർകോവിലിന്റെ പേരെടുത്തു പറഞ്ഞു പ്രശംസ. ഉമ്മൻചാണ്ടിയെ മറന്നാൽ വിഴിഞ്ഞത്തിന്റെ ചരിത്രം പൂർണ്ണമാകില്ലെന്ന് സ്പീക്കർ AN ഷംസീർ. വിഴിഞ്ഞം ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞെന്ന് MM ഹസൻ. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും പാർലമെന്റിലെ സത്യപ്രതിജ്ഞയിലും ഭരണഘടന ഉയർത്തിയ പ്രതിപക്ഷത്തിന് ഭരണഘടനാ നിഷേധത്തിന്റെ ചരിത്രം ഓർമ്മിപ്പിക്കുന്ന മറുപടിയുമായി കേന്ദ്ര സർക്കാർ. ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ 25 ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കാൻ തീരുമാനം. അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടിയവർക്കായി ഈ ദിനം സമർപ്പിക്കുന്നുവെന്ന് അമിത്ഷാ. അടിയന്തരാവസ്ഥ രാജ്യചരിത്രത്തിലെ കറുത്ത അധ്യായമെന്ന് പ്രധാനമന്ത്രി. ശ്രദ്ധ നേടാനുള്ള മോദി തന്ത്രം മാത്രമെന്ന മറുപടിയുമായി കോൺഗ്രസ്. മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി. 7ഓളം കോൺഗ്രസ് MLA മാർ കൂറുമാറി വോട്ട് ചെയ്തതോടെ BJP നയിക്കുന്ന മഹായുതി സഖ്യത്തിന്റെ 9 സ്ഥാനാർത്ഥികൾക്കും ജയം. മഹാ അഘാഡി സഖ്യം 2-ൽ കോൺഗ്രസിന്റെയും ഉദ്ധവ് വിഭാഗത്തിന്റെയും സ്ഥാനാർത്ഥികൾ വിജയിച്ചപ്പോൾ ശരത് പവാർ വിഭാഗത്തിലെ ജയന്ത് പട്ടീലിന് തോൽവി. നേപ്പാളിൽ വീണ്ടും ഭരണപ്രതിസന്ധിയും അനിശ്ചിതത്വവും. വിശ്വാസ പ്രമേയം പരാജയപ്പെട്ടതോടെ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് പുഷ്പകമാൽ ദഹൽ പ്രചണ്ഡ പുറത്ത്. 275 അംഗ പാർലമെന്റിൽ നടന്ന വോട്ടെടുപ്പിൽ പിന്തുണച്ചത് 63 പേർ മാത്രം. 194 പേർ എതിർത്ത് വോട്ട് ചെയ്തപ്പോൾ ഒരാൾ വിട്ടുനിന്നു. വിശ്വാസ പ്രമേയത്തിന് വഴിവെച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ യൂണിഫൈഡ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പിന്തുണ പിൻവലിച്ചത്. നേപ്പാൾ കോൺഗ്രസിന്റെ പിന്തുണയോടെ CPN-UML അധ്യക്ഷൻ KP ശർമ്മ ഓലി പുതിയ പ്രധാനമന്ത്രിയാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ മാവോയിസ്റ്റ് സെന്റർ നേതാവ് പ്രചണ്ഡ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് 2022 ഡിസംബറിൽ. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൻ സർവ്വഥാ യോഗ്യനെന്ന് പ്രഖ്യാപിച്ച വാർത്താ സമ്മേളനവും ജോ ബൈഡന്റെ കയ്യിന്ന് പോയി. കമലാ ഹാരിസിനെ വൈസ് പ്രസിഡന്റ് ട്രംപ് എന്നും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ പ്രസിഡന്റ് പുടിൻ എന്നും വിളിച്ച ബൈഡനെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ എതിർപ്പ്. മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യവുമായി 3 ഡെമോക്രാറ്റിക് നേതാക്കൾ കൂടി രംഗത്ത്. ബൈഡൻ മത്സരിക്കുന്നതിൽ ബരാക് ഒബാമയ്ക്കും ആശങ്ക. സ്ഥാനാർത്ഥിത്വം തുലാസിൽ. ഗ്രേറ്റ് ജോബ് ജോ എന്ന് പരിഹസിച്ച് ഡൊണാൾഡ് ട്രംപ്. കുറഞ്ഞ ശമ്പളക്കാർക്കുള്ള തൊഴിൽ നികുതി ഇരട്ടിയിലേറെ കൂട്ടി സംസ്ഥാന സർക്കാരിന്റെ ഇരുട്ടടി. നികുതി ഭാരം 6 മാസത്തെ ശമ്പളം 12,000 മുതൽ 1 ലക്ഷം രൂപ വരെയുള്ളവർക്ക്. 1 ലക്ഷത്തിനുമേൽ ശമ്പളമുള്ളവർക്ക് അധിക നികുതിയില്ല. തദ്ദേശ സ്ഥാപനങ്ങളിലെ അർദ്ധവാർഷിക തൊഴിൽ നികുതി വർധന ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ. ദ ഫോർത്ത് എക്സ്ക്ലൂസീവ്. കേരളം പനിക്കിടക്കയിൽ. ഇന്നു മാത്രം 9 മരണം. 24 മണിക്കൂറിനിടെ 173 പേർക്ക് ഡെങ്കിപ്പനി. പനി ബാധിച്ചെന്ന് ചികിത്സ തേടിയത് 12,204 പേർ. തിരുവനന്തപുരത്ത് 4 പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. രോഗബാധിതരുടെ എണ്ണം 11. ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി. കോളറ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ജാഗ്രത തുടരാൻ നിർദ്ദേശം. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ അടക്കം കോച്ച് ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ വീഴ്ച സമ്മതിച്ചു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. പോക്സോ കേസിൽ പ്രതിയായിട്ടും വീണ്ടും പരിശീലകനാക്കിയത് തെറ്റ്. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചുവെന്ന് ചോദിക്കുമ്പോൾ ഉത്തരമില്ലെന്നും KCA അധ്യക്ഷൻ ജയേഷ് ജോർജ്. മനുവിനെ മറ്റെവിടെയും ജോലിക്കായി എടുക്കരുതെന്ന് എല്ലാ ക്രിക്കറ്റ് അസോസിയേഷനെയും രേഖാമൂലം അറിയിച്ചെന്ന് KCA. സഭാകേസിൽ സർക്കാരിനോടിടയാനും മടിയില്ലെന്ന് പ്രഖ്യാപിച്ച് ഓർത്തഡോക്സ് സഭ. തീയിൽ കൂടി കടന്നുപോയ സന്ദർഭങ്ങൾ സഭയ്ക്ക് നിരവധി. ഇനിയും അങ്ങനെയൊരു അവസ്ഥ ഉണ്ടാക്കാൻ സർക്കാർ എന്ത് ബില്ലുമായി വന്നാലും നേരിടുമെന്ന് കാതോലിക്ക ബാവ. സഭാ ഭരണഘടനയും സുപ്രീം കോടതി വിധിയും കുരുതി കഴിച്ചവരുമായി ഒരു തരത്തിലും സമാധാനത്തിലില്ലെന്നും പ്രഖ്യാപനം. വിരമിക്കൽ ടെസ്റ്റിൽ ജെയിംസ് ആൻഡേഴ്സന് വൻ വിജയമൊരുക്കി ഇംഗ്ലണ്ട്. വിൻഡീസിനെ തകർത്തത് 1 ഇന്നിംഗ്സിനും 114 റൺസിനും. ലോർഡ്സിൽ തന്റെ അവസാന ടെസ്റ്റിൽ ആൻഡേഴ്സന് 4 വിക്കറ്റ്. ടെസ്റ്റിൽ അരങ്ങേറിയ അറ്റ്കിൻസന് 2 ഇന്നിംഗ്സിലും 5 വിക്കറ്റ് നേട്ടം.